ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് മന്ത്രി. അദ്ദേഹത്തിൻ്റെ പിതാവിനെയും ഞാൻ ഓർക്കുകയാണ്. സാർ നല്ല നിലയിൽ അത് കൊണ്ടുപോകണം. കാരണം സാമൂഹ്യ രീതിയിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് എന്ന പേര് കേട്ടിട്ടൊന്നും ആരും വിറകൊള്ളേണ്ട കാര്യമില്ല. പാകിസ്ഥാനിലേക്ക് ജിന്ന പോയതല്ല, ഓടിച്ചതാണ് ജിന്ന്. ഇന്ത്യയിലെ ഭരണാധികാരി വർഗമായി വരാൻ പോകുന്ന പുതിയ ബൂർഷാസിയുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾക്ക് രക്ഷയുണ്ടാവില്ല എന്നവർക്ക് മനസ്സിലായതുകൊണ്ടാണ് പാകിസ്ഥാന് വേണ്ടി ജിന്ന വാദിച്ചത്. അതുവരെ അദ്ദേഹം റൗണ്ട് ടേബിൾ കോൺഫറൻസിലെല്ലാം ഒറ്റ ഇന്ത്യക്ക് വേണ്ടിയാണ് വാദിച്ചത്. ചരിത്രം എടുത്ത് വായിച്ചു നോക്കും. ഒറ്റയാണ്. കൂട്ടു ഗവൺമെന്റിൽ മുസ്ലിം ലീഗുമായിട്ട് ചേർന്ന് മത്സരിച്ചിട്ട് അവരെ എടുത്ത് തോട്ടിക്കളഞ്ഞു. അങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ് അത് അന്നത്തെ ഇന്ത്യൻ ഭരണവർഗങ്ങളെല്ലാം ആകാൻ പോകുന്നവരുടെ ഇടയിൽ ആ ബൂർഷാ വിഭാഗത്തിലുള്ള മുസ്ലിം വിരോധമായിരുന്നു സാർ. എന്നാലും നമ്മുടെ ബംഗാളിലും യു പിയിലും ബീഹാറിലും കേരളത്തിലും തമിഴ്നാട്ടിലുമെല്ലാം 22 കോടി മുസ്ലിങ്ങൾ ഇന്ന് ഇന്ത്യയിൽ നിൽക്കുകയാണ് സാർ, പാകിസ്ഥാനിൽ പോകാതെ. അത് ബംഗ്ലാദേശിന്റെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ്, പാകിസ്ഥാന്റെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ്. ആ ദേശാഭിമാനികളായിട്ടുള്ള മുസ്ലിം ജനവിഭാഗത്തിൻ്റെ പേരിൽ നമ്മുടെ ഒരു കാരണവശാലും അനാവശ്യങ്ങൾ പറയാൻ പാടില്ല സാർ. അവർ സോക്കാൾഡ് സെക്യുലറിസ്റ്റുകളെക്കാൾ വലിയ സെക്യുലറിസ്റ്റുകളാണ് സാർ. അവരെവിടെയെങ്കിലും വർഗീയ കലാപം ഉണ്ടാക്കിയിട്ടുണ്ടോ? അവരുടെ പരിപാടി വർഗീയ കലാപമുണ്ടോ സാർ? 1967 കോൺഗ്രസ് 9 സീറ്റിൽ ഒതുങ്ങിയത് എന്താ? EMS ബുദ്ധിപൂർവ്വം മുസ്ലിം ലീഗിനെ കൂടെ ചേർത്തു. മലബാർ കോൺഗ്രസിന് സീറ്റില്ല. ആ കരുണാകരൻ സാറാണ് 9 പേരെ പിന്നെ അധികാരം പിടിച്ചെടുത്തത്. മനസ്സിലായില്ലേ? മുസ്ലിം ലീഗിന്റെ പവറാണ് അത്. വെറും മുസ്ലിങ്ങളുടെ പാർട്ടി മാത്രമല്ല സാർ, ഈ രാജ്യത്തെ 22 കോടി വരുന്ന ന്യൂനപക്ഷങ്ങളുടെ പ്രസ്ഥാനമാണ്. അതിൻ്റെ ഒരു ആള് ഇവിടെ മന്ത്രിയായിരിക്കുമ്പോൾ എല്ലാവരോടും നല്ല നീതി പുലർത്തും എന്ന പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സാർ. ഗ്രാമീണ റോഡുകൾക്ക് സാർ ഒരു തുക വകയിരുത്തിയേ പറ്റും. ഓരോ അസംബ്ലി മണ്ഡലത്തിലും ഒരു വർഷം 100 കോടി രൂപ വീതം, 5 വർഷം കൊണ്ട് 500 കോടി രൂപ ഓരോ മണ്ഡലത്തിൽ കിട്ടത്തക്ക തരത്തിൽ മാറ്റിവെക്കണം. അതിന് ബഡ്ജറ്റിൻ്റെ വലിപ്പം കൂട്ടിയാലും കുഴപ്പമില്ല. ഗ്രാമീണ റോഡുകൾ നന്നാക്കാനൊന്നും പഞ്ചായത്തിനെ കൊണ്ട് നടക്കരുത് സാർ, അത് നമ്മൾ തന്നെ നടപ്പിലാക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെയേറെ സന്തോഷമുണ്ട്. ശ്രീ സതീശൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വളരെ അഭിമാനപൂർവ്വം ഇത് മുന്നോട്ട് പോകും എന്ന് ഞാൻ അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. അദ്ദേഹം നയിക്കുന്ന മന്ത്രിസഭയിലും വിശ്വാസമുണ്ട്. പക്ഷേ എല്ലാവരും സൂക്ഷിച്ചും ശ്രദ്ധിച്ചൊക്കെ പ്രവർത്തിച്ചാൽ എല്ലാവർക്കും കൊള്ളാം. ഏറ്റവും വലിയ വെല്ലുവിളി ശ്രീ K മുരളീധരനാണ്. കാരണം ആരോഗ്യവകുപ്പെന്ന് പറഞ്ഞാൽ പ്രസവ വകുപ്പെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ തന്നെ ഇന്നലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചുമ്മാ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഞാനോട് വിളിച്ചു പറഞ്ഞു, അത് 100 പേരെ മാത്രമേ നോക്കൂ, എന്തോ ഒരു രോഗത്തിന്. അപ്പോൾ നിങ്ങൾ വന്നവരെയൊക്കെ നോക്ക് എന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല. ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുക്കേണ്ട ഒരു വകുപ്പെന്ന് പറയുന്നത് ആരോഗ്യ വകുപ്പാണ്. അത് ആ വകുപ്പ് മന്ത്രിയോ ഉദ്യോഗസ്ഥന്മാരോ മാത്രമല്ല, ഈ കേരളം മൊത്തം പിന്തുണ കൊടുക്കണം. കാരണം നമ്മുടെ ആയുസ്സിൻ്റെ പ്രശ്നമാണ്, ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണ്. എല്ലാ വകുപ്പിനും പിന്തുണ കൊടുക്കണം, ആരോഗ്യ വകുപ്പിന് പ്രത്യേകിച്ച്. നിർമ്മാണത്തിന് PWDക്ക് ആവശ്യാനുസരണം പൈസ കൊടുക്കണം. നൂതന സാങ്കേതിക വിദ്യ എല്ലാം കൊണ്ടുവന്നാൽ ഈ നാട് എപ്പോഴും ഭരണകക്ഷിയെ മാത്രമേ പ്രതിപക്ഷത്തെ ഓർക്കുമ്പോൾ ഭരണകക്ഷിക്ക് അധികാരം വർദ്ധിപ്പിക്കാനും ഭൂരിപക്ഷം കൂട്ടാനുള്ള ഏറ്റവും വലിയ കാര്യമായിരിക്കും. 2016 PWD വഴി ഞാൻ കാണിച്ചു കൊടുത്തു. പിണറായിക്ക് ഓർമ്മയില്ലെങ്കിലും ഞാനിവിടെ പറയുകയാണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് വീണ്ടും വന്നതെന്ന് ഞാൻ പറയുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു.